പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം റിപ്പബ്ലിക് ഡേക്ക് രാവിലെ പോകാനെല്ലാം റെഡി ആയിട്ട് പതാകയൊക്കെ എടുത്തിരിക്കുകയാണ്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സൂര്യൻ അത് അവിടെ ഉദിച്ച് വരുന്ന കണ്ടോ? ഭയങ്കര മഞ്ഞുമാണ്. 7 മണിക്ക് അവർക്ക് പോകണം. അപ്പോൾ മോനെല്ലാം റെഡി ആയിട്ട് ഇറങ്ങി. എന്നോട് പറയാ വേഗം വാ മമ്മ, വീഡിയോ ഒക്കെ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി മോന് ഷൂ ഒക്കെ ഇട്ട് കൊടുക്കണം. അവൻ നേരത്തെ ഓടുകയാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് പോകണം എന്നുള്ളൊരു ഇതല്ലേ, അവരുടെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ മോന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ വേഗം വിടട്ടെ. ഇവിടെ ഓഗസ്റ്റ് 15 ആയിക്കോട്ടെ, റിപ്പബ്ലിക് ഡേ ആയിക്കോട്ടെ, രാവിലെ സ്കൂളിൽ പോകണം. രാവിലെ അവരുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങും. രാവിലെ അവർക്ക് സ്കൂളിൽ പോകണം. 7 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത്. ഇപ്പോൾ 7 മണിയായി. 5 മിനിറ്റ് മതി മോൻ അവിടെ എത്താൻ. അപ്പോൾ മോൻ സൈക്കിളിലാണ് പോകുന്നത്. റെഡിയായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കാണാൻ കുറേ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് മോൻ വിട്ടു. പിന്നെ ഓഗസ്റ്റ് 15 റിപ്പബ്ലിക് ഡേ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് പോകാൻ കേട്ടോ. അപ്പോൾ അതാ പോകുന്നത് കണ്ടോ. മഞ്ഞൊന്നും മാറിയിട്ടില്ല. അങ്ങൊരു കുട്ടി കൂടിയുണ്ട്, ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. അപ്പോൾ ഇത് ഹൈസ്കൂളിലെ പിള്ളേർ പോകുന്നതാണ് കണ്ടോ. അപ്പോൾ രാവിലെ പൊതുവേ ഇവരുടെ സ്കൂൾ രാവിലെയാണ്, 7 മണിയാണ്. ഇന്നത്തെ ദിവസം പിന്നെ രാവിലെ പോയിട്ട് 10-11 മണിയാകുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലെത്തും. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേക്ക് എൻ്റെ മോനും സ്കൂളിലെ പിള്ളേരെല്ലാം ഇതിൽ കൂടെ പോകും. അതവിടെ ഇതൊക്കെ കേൾക്കുന്നില്ല സൗണ്ട്. ഇപ്പം അവർ ഇതിലേ പാസ് ചെയ്ത് പോകും, അവർ മാർച്ച് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് അത് കാണാം കേട്ടോ. അതവർ വരുന്നുണ്ട്. ഞാൻ വേഗം കാണിച്ചു തരാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ഇത് വന്നാലേ നല്ല രസമുണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികൾ എന്ത് രസമല്ലേ. കണ്ടോ, ഇതെന്താ ഇവിടെ നോക്കാം. കുറേ പിള്ളേരുണ്ട്. ഇത് കുഞ്ഞു പിള്ളേരുടെ സ്കൂളിൽ ശിശുമന്ദിരം എന്ന് പറഞ്ഞ പിള്ളേരുടെയാണ്. കുഞ്ഞു പിള്ളേർ. ഇത് ശിശുമന്ദിരം എന്ന് പറയുന്ന ചെറിയ ഒഡിയ സ്കൂളിൻ്റെ, ഗവൺമെൻറ് സ്കൂളല്ല, അല്ലാതെ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന ഒഡിയ സ്കൂളിൻ്റെ പിള്ളേരാണ്. ശിശുമന്ദിരം എന്ന് പറയുന്ന LKG UKGയിലെ പിള്ളേരാണിത്. കുഞ്ഞു പിള്ളേർ അവർ ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മളൊന്ന് കണ്ടു. ഇതിപ്പോൾ വരുന്നത് ഗേൾസ് ഹൈസ്കൂളിൽ മൈക്കിൽ വിളിച്ച് പറഞ്ഞ എൻ്റെ അനിയൻ്റെ മോളാണ് കാണിച്ചിരുന്നത്. ഇപ്പൊ കൈകാട്ടി വിളിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് പോയത് എൻ്റെ മോളാണ്. ഇത് ഇവിടുത്തെ ഗേൾസ് ഹൈസ്കൂളിലെ പിള്ളേരാണ്. അപ്പം ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ശിശുമന്ദിരം സ്കൂളിലെ പിള്ളേർ പോയത് കണ്ടോ. ഇനി അവർ പോയപ്പോൾ തന്നെ അവരുടെ ബാക്കിൽ ഗേൾസ് ഹൈസ്കൂളിലെ പിള്ളേരാണ് പോയത്. അതിലെൻ്റെ അനിയൻ്റെ മകൾ കൂടി ഉണ്ടായിരുന്നു. ടാറ്റ കാണിച്ചിട്ടുണ്ട്. എനിക്കത് വ്യക്തമായിട്ട് അറിയാറില്ല. അപ്പം ഇനി 2 സ്കൂളിലെ പിള്ളേർ കൂടി വരാണ്ട്. എൻ്റെ മോൻ്റെ സ്കൂളും ഇതാ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മോൻ്റെ സ്കൂളിലെ പിള്ളേരാണ്. അതാ മോനാണ് ബാൻഡൊക്കെ മുട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ. ഇത് മോൻ്റെ ക്ലാസ് ടീച്ചറാണ്. മോൻ ടീച്ചറിന് നമസ്കാരം പറഞ്ഞപ്പോൾ ടീച്ചറുണ്ട് ഓക്കെ എന്ന് പറഞ്ഞതാണ്.
ഇതാ ഈ പതാക ആട്ടിച്ചിരിക്കുന്നില്ല, അത് എൻ്റെ അനിയൻ്റെ മോനെ. വള്ളാച്ചോ, ഇതും എനിക്ക് പരിചയമുള്ള മിസ്സാണ്. ഞാൻ സുഖാണോ എന്ന് ചോദിച്ചതാണ്. ഇവർ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ബോലോ അച്ചോ എന്ന് ചോദിച്ചാൽ ഒഡിയ ലാംഗ്വേജിൽ സുഖമാണോ എന്നാണ്. അതാണ് ഞാൻ ആ മിസ്സിനോട് ചോദിച്ചത്, ബോലോ അച്ചോ എന്ന്. അപ്പോൾ മോൻ്റെ സ്കൂളിലെ പിള്ളേരും പോയി കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഹൈസ്കൂളിലെ കുട്ടികളാണ്, അതുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നത്തെ റിപ്പബ്ലിക് ഡേയുടെ ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ ഹൈസ്കൂളിലെ പിള്ളേർ എന്താ അറിയില്ല, അവർ ഇതിൽ വന്നിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് ഈ പോക്കറ്റ് റോഡിലേക്ക് വരാതെ അവർ നേരെ അവിടെ നിന്ന് തിരിച്ചു വിട്ടുമെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി വലിയ പിള്ളേരല്ല, അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായേനെ. കുറേ പിള്ളേരുണ്ട്, പക്ഷേ അപ്പോൾ അവരെ കാണാൻ അവർ ഈ റൂട്ടിൽ കൂടെ വരാത്തതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചെറിയ പിള്ളേരുടെ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.